ഐ ടി ആൻഡ് എൻവയോൺമെൻറ്റിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സൈബർ പ്രസൻസ്. സൈബർ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് ഒരു സൈബർ ഡൊമൈനിൽ അവരെ തന്നെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് പറയുന്ന ടോപ്പിക്കാണ് സൈബർ പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ സൈബർ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർനെറ്റ് തന്നെയാണ്. അപ്പം നമ്മളെന്താണ് സൈബർ ഡൊമൈനിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മളങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളങ്ങനെ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലോ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഫെയിലിയർ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവരുടെ എൻ്റയർ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ എൻ്റയർ ഫെയിലിയറിനെ ആയിരിക്കും റിസൾട്ട് ചെയ്യുന്നത്. ദെൻ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സൈബർ പ്രസൻസിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ, SEO, SEM ആൻഡ് മോർ. ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതിൽ SEO എന്ന് പറയുന്നത് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. SEM എന്ന് പറയുന്നത് സെർച്ച് എൻജിൻ മാർക്കറ്റിംഗ് ആണ്. ദെൻ ഒരു സൈബർ പ്രസൻസിൽ ഉള്ള ആൾക്ക് വേണ്ട എബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, ability to share data, information, knowledge, ability to interact with other entities and capabilities and market itself. അപ്പോൾ ഇത്രയും എബിലിറ്റീസാണ് സൈബർ പ്രസൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ട എബിലിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേറ്റ് ആണ്. അപ്പം എന്താണ് സൈബർ പ്രസൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഒരുപാട് ഏജൻസീസ് പ്രോപ്പർലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവർ യൂസ് ചെയ്യുന്ന ഒരു പവർഫുൾ ടൂൾ എന്ന് പറയുന്നത് വെബ്സൈറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സൈബർ പ്രസൻസിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പവർഫുൾ കമ്മ്യൂണിക്കേഷൻ ടൂൾ എന്താണ്? വെബ്സൈറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഒരു വെബ്സൈറ്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കെന്താണ് നമ്മുടെ ലോകം ഈ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു യുണീക്ക് വേ എന്ന് പറയുന്നത്. എ വെബ്സൈറ്റ് ഈസ് എ യുണീക്ക് വേ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ വേൾഡ്. അപ്പം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? നമ്മുടെ പാഷനെ ഷെയർ ചെയ്യാൻ പറ്റും. ദെൻ ഇപ്പോൾ നമുക്കൊരു ബിസിനസ് ഓർഗനൈസേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് നമുക്കിങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നുള്ളത് അറിയിച്ചു കൊടുക്കാൻ പറ്റും. അതായത് ഗെറ്റ് പീപ്പിൾ ടു നോ യുവർ ബിസിനസ്. ദെൻ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ബൗണ്ടറീസ് ഒന്നുമില്ല. അപ്പം ഒരു വെബ്സൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ടൺ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഇൻ്റർനെറ്റ് ഈസ് ദി ഐഡിയൽ മീഡിയ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ബ്രോഡ് ഓഡിയൻസ് അറ്റ് എ ലിമിറ്റഡ് കോസ്റ്റ്. അതായത് ഇൻ്റർനെറ്റ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ഒരുപാട് മില്യൺസ് ഓഫ് ഓഡിയൻസ് ആയിട്ട് ഒരു ലിമിറ്റഡ് കോസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കീപ്പ് ഇൻ ടച്ച് അവരുമായിട്ട് നമുക്ക് കോൺടാക്റ്റിൽ നിൽക്കാൻ പറ്റും. ദെൻ നമുക്കൊരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്, ഒരു വെബ്സൈറ്റ് നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ദ പെർഫെക്റ്റ് ബിസിനസ് കാർഡ് ഫോർ യുവർ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പെർഫെക്റ്റ് ബിസിനസ് കാർഡായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ എ ഡീറ്റെയിൽഡ് ആൻഡ് പെർമനൻറ്റ് ആഡ്, ഒരു പെർമനൻറ്റ് ആഡ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആഡായിട്ട് അതിന് നമുക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റും. എ പ്ലേസ് ദാറ്റ് ഓപ്പൺ 24/7 ഓൾ ഇയർ അറൗണ്ട്. അതായത് 24 മണിക്കൂറും 7 ദിവസവും. ഒരു ദിവസം 24 മണിക്കൂറല്ലേ ഉള്ളൂ, അതിൽ 7 ദിവസവും എല്ലാ വർഷവും എന്ത് ചെയ്യാൻ പറ്റും? വെബ്സൈറ്റിൽ നമ്മളൊരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ എന്താണ് എപ്പോൾ വേണമെങ്കിലും നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് പറയുന്നത്. ദെൻ ഇൻക്രീസ്ഡ് കോമ്പറ്റിറ്റീവ്നെസ്, അതായത് കോമ്പറ്റിറ്റീവ്നെസ് ഈ ഫീൽഡിൽ ഒരുപാട് കൂടുതലാണ്, കാരണം ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. ദെൻ ബെറ്റർ റെസ്പോൺസീവ്നെസ് തരുന്നു, ഇൻക്രീസ്ഡ് ക്രെഡിബിലിറ്റി. ഇത്രയുമാണ് എ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് അക്കാഡമിക് വെബ്സൈറ്റ്സ്. അക്കാഡമിക് വെബ്സൈറ്റ്സ് എന്താണെന്നും ഏതൊക്കെയാണ് വെബ്സൈറ്റ്സ് എന്നും നിങ്ങൾ ആദ്യം പഠിക്കുക. then ഈ ഓരോ വെബ്സൈറ്റ്സിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അക്കാഡമിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അക്കാഡമിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ്സ്. അക്കാഡമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഡ്യൂക്കേഷണൽ വെബ്സൈറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഗെയിംസ്, വീഡിയോസ്, അങ്ങനെ ടോപ്പിക് റിലേറ്റഡ് റിസോഴ്സസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ ലേണിങ്ങിനെ ഒരു ക്ലാസ് റൂം ടീച്ചിങ് അല്ലെങ്കിൽ ഒരു സപ്ലിമെൻറ്റ് ക്ലാസ് റൂം ടീച്ചിങ് അല്ലെങ്കിൽ ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ വെബ്സൈറ്റ്സ് നമ്മുടെ ടീച്ചിങ് അല്ലെങ്കിൽ ലേണിങ്ങിനെ എളുപ്പമാക്കും. നമ്മുടെ ഈ ഏജിലുള്ള ടീച്ചിങ് നമ്മൾ തന്നെ അത് അക്കാഡമിക് എഡ്യൂക്കേഷൻ്റെ നമ്മളിപ്പോൾ ഓൺലൈൻ ലേണിംഗ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ കൺസെപ്റ്റ് തന്നെ. ഇങ്ങനെയുള്ള വെബ്സൈറ്റ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു.
അതുപോലെ തന്നെ ഏതൊന്നിനാണോ അഡ്വാൻറ്റേജ് ഉള്ളത് അതിന് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മൾ ഈ വെബ്സൈറ്റ്സിൻ്റെയൊക്കെ നെഗറ്റീവ്സും അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്കത് എഫക്റ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ആ വെബ്സൈറ്റ്സിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ സ്റ്റുഡൻസ് എന്താണ് പ്രോപ്പർലി ഗൈഡഡ് ആയിരിക്കണം. ദെൻ പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റുഡൻസിന് എന്താണ് റിലയബിൾ ആയിട്ടുള്ള റിസോഴ്സസും കണ്ടൻസും ഒരു പ്രോപ്പർ ഡയറക്ഷനിലുള്ള ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ദെൻ ചില വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത് ഹ്യൂജാണ്, മാസീവാണ്. അത് അവിടെ ഒരുപാട് ഗെയിംസും റിസോഴ്സസും അവൈലബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള സൈറ്റ്സിലൊക്കെ സ്റ്റുഡൻസ് ഇപ്പം നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെയുള്ള സൈറ്റ്സൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, നമ്മൾ ബേസിക്കലി ഒരു ഗെയിമിൻ്റെ ആഡ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗെയിം ഡൗൺലോഡ് ചെയ്യാൻ, നമുക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ നോക്കും. സോ അങ്ങനെ അപ്പം സ്റ്റുഡൻസ് എന്താണ് ആ വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അൺറെസ്ട്രിക്റ്റഡ് ആക്സസും ഫ്രീഡവും ഇൻ്റർനെറ്റിൽ സ്റ്റുഡൻസിന് കൊടുക്കുക എന്നുള്ളത് യങ് സ്റ്റുഡൻസിന് കൊടുക്കുക എന്നുള്ളത് ഡേഞ്ചറസ് ആണ്. സോ എഫിഷ്യൻ്റ്ലി നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അക്കാഡമിക് വെബ്സൈറ്റ്സിൽ പഠിക്കാൻ പോകുന്നത്. മെയിൻലി നമുക്ക് പഠിക്കാനുള്ള അക്കാഡമിക് വെബ്സൈറ്റ്സ് ആണ് EDX, അക്കാഡമിക് എർത്ത്, ഇൻ്റർനെറ്റ് ആർച്ചീവ്, ബിഗ് തിങ്ക്, കോസെറ, ബ്രൈറ്റ്സ്റ്റോം, കോസ്മോ ലേണിംഗ്, ഫ്യൂച്ചേഴ്സ് ചാനൽ, ഹൗകാസ്റ്റ്, ഖാൻ അക്കാഡമി. ഇത്രയും ആണ് നമ്മൾ അക്കാഡമിക് വെബ്സൈറ്റ്സിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.